ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ദിവസമായിരുന്നു നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട വലിയ ഒരു വിവാദം സംഭവിച്ചത്. നെയ്മർ ജൂനിയർ തൻ്റെ സഹതാരമായ റോബിഞ്ഞോ ജൂനിയറുടെ മുഖത്തടിച്ചു എന്നായിരുന്നു ആരോപണം. ഈ വിഷയത്തിൽ സാന്റോസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം എസ്റ്റഡാവോ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് നെയ്മറുടെ ഈ പെരുമാറ്റം അത് ബ്രസീൽ ടീമിനകത്തും വലിയ ആശങ്കകൾക്ക് കാരണമാകുന്നു. കാർലോ ആഞ്ചലോട്ടിക്ക് ഇക്കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. നെയ്മറുടെ വേൾഡ് കപ്പ് സാധ്യതകളെ അത് അവതാളത്തിലാക്കുന്നു എന്നൊക്കെയാണ് എസ്റ്റഡാവോ പറയുന്നത്. അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. അതായത് നെയ്മർ ജൂനിയർ തൻ്റെ സഹതാരമായ റോബിഞ്ഞോ ജൂനിയറുടെ മുഖത്തടിച്ചത് ഇപ്പോൾ ബ്രസീലിയൻ ടീമിലും ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. വരുന്ന 11-ാം തീയതിയാണ് CBF വേൾഡ് കപ്പിന്റെ പ്രാഥമിക സ്ക്വാഡ് ഫിഫക്ക് കൈമാറുക. 50 താരങ്ങളുടെ പ്രാഥമിക സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഫൈനൽ സ്ക്വാഡിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതകൾ ഇല്ല. മാത്രമല്ല, ഈ വിവാദം ഉണ്ടായത് ഇപ്പോൾ പല ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി അറിയാൻ CBF ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നെയ്മറുടെ കളത്തിന് പുറത്തുള്ള ഇത്തരം വിവാദങ്ങൾ വലിയ ഗൗരവത്തോടു കൂടിയാണ് CBF പരിഗണിക്കുന്നത്. നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് CBFന്റെ അകത്തുള്ളവർ തന്നെ ആഞ്ചലോട്ടിയോടും അതുപോലെ തന്നെ ബ്രസീൽ ടീമിന്റെ ഡയറക്ടറായ റോഡ്രിഗോ കെയ്റ്റാനയോടും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നെയ്മർ ഇത്തരം ഒരു പ്രശ്നത്തിന്റെ ഭാഗമായത് എല്ലാ പ്ലാനുകളെയും തകർത്ത് കളയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഫിസിക്കൽ കണ്ടീഷന്റെ കാര്യത്തിൽ എല്ലാവരെയും പൂർണ്ണമായും കൺവിൻസ് ചെയ്യാൻ നെയ്മർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് സഹതാരത്തിന്റെ മുഖത്തടിച്ച ഒരു വിവാദം കൂടി ഇപ്പോൾ വരുന്നത്. ഇക്കാര്യത്തിൽ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് വലിയ ആശങ്കയുണ്ട്. നെയ്മറുടെ ഈ പെരുമാറ്റം അത് ബ്രസീലിയൻ ടീമിനെയും ബാധിക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്മറുടെ വേൾഡ് കപ്പ് സാധ്യതകൾ ഇത് അവതാളത്തിലാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു വിവാദം അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഈ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാർലോ ആഞ്ചലോട്ടി വലിയ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ പരിഗണിക്കുന്നത്. ഒരുപക്ഷെ ഈ വിവാദം കാരണം കൊണ്ട് തന്നെ നെയ്മർ ജൂനിയർക്ക് തന്റെ വേൾഡ് കപ്പിലെ സ്ഥാനം നഷ്ടമായേക്കാം. ഏതായാലും CBF ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി തേടിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ CBF അന്വേഷിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ നെയ്മർക്ക് പ്രതികൂലമായിക്കൊണ്ടാണ് റിസൾട്ട് വരുന്നതെങ്കിൽ ഒരുപക്ഷെ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ പുറത്താക്കാൻ പോലും സാധ്യതയുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.